നമസ്തേ സജ്ജനങ്ങളെ, സനാതനി തോട്ട്സ് എന്ന എൻ്റെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ജീവസമാധിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ശിവലിംഗത്തെക്കുറിച്ചാണ്. ജീവസമാധി എന്തെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. പല പ്രശസ്തമായ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ ശിവലിംഗത്തിന് താഴെ ഒരു യോഗിയുടെയോ സിദ്ധൻ്റെയോ ജീവസമാധി ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് യോഗിമാർ ജീവസമാധി ഇരുന്ന സ്ഥലത്ത് അവരുടെ ജീവസമാധിക്ക് മുകളിൽ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നത്? ഇത് വെറും ഒരു ആചാരം മാത്രമാണോ? അതോ ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും ആത്മീയ രഹസ്യങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. ഭാരതീയ തത്വചിന്ത അനുസരിച്ച് ജീവസമാധി സമയത്ത് ഒരു യോഗി തൻ്റെ ജീവനെ പ്രപഞ്ചനാഥനായ മഹാദേവനിൽ ലയിപ്പിക്കുന്നു. അഥവാ ശരീരബോധം വെടിഞ്ഞ് ശിവം എന്ന പരമമായ ശൂന്യതയിലേക്ക് ലയിക്കുന്നു. ശിവലിംഗം എന്നത് നിരാകാരനായ അഥവാ രൂപമില്ലാത്ത ഈശ്വരൻ്റെ പ്രതീകമാണ്. യോഗിയുടെ ജീവൻ ഈ പ്രപഞ്ചശക്തിയുമായി ഒന്നായതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് സമാധിക്ക് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കുന്നത്. ഇതിനു പിന്നിൽ അതിശയിപ്പിക്കുന്ന ഒരു ആത്മീയ ശാസ്ത്രവുമുണ്ട്. ജീവസമാധി അടഞ്ഞ ഒരു മഹാഗുരുവിൻ്റെ ഭൗതിക ശരീരം നൂറ്റാണ്ടുകളോളം കേടുകൂടാതെ ഇരിക്കും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാണശക്തി, പ്രാണിക് എനർജി ആ സ്ഥലത്തു തന്നെ നിലനിൽക്കും. അതിനാൽ തന്നെ ജീവസമാധി സ്ഥാനങ്ങൾ ഒരു ഊർജ കേന്ദ്രമാണ്. ജീവസമാധിയിൽ നിന്നും നിരന്തരം ഊർജം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ആത്മീയ ഊർജത്തെ ശിവലിംഗം ഒരു ആൻറ്റിന പോലെ സ്വീകരിച്ച് ചുറ്റും ഉള്ള ഭക്തരിലേക്ക് പ്രസരിപ്പിക്കുന്നു. സാധാരണയായി മൃതദേഹങ്ങൾ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നാം പോകാറില്ല. എന്നാൽ ജീവസമാധി എന്നത് മരണമല്ല, അതൊരു ഉയർന്ന ചൈതന്യവൽക്കരണമാണ്. അവിടെ ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നതിലൂടെ ആ സ്ഥലം ഒരു വലിയ ആരാധനാലയമായി മാറുകയും ഭക്തർക്ക് അവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും സാധിക്കുന്നു. ഏറ്റവും കൂടുതൽ ജീവസമാധി സ്ഥലമുള്ളത് തമിഴ്നാട്ടിലാണ്. കേരളത്തിലും ചില പ്രധാനപ്പെട്ട ജീവസമാധി സ്ഥലങ്ങളുണ്ട്. എല്ലാവരും തീർച്ചയായും ജീവസമാധി ഉള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കുക. അവിടുത്തെ ഊർജ പ്രവാഹത്തെ അനുഭവിച്ചറിയുക. തീർച്ചയായും നിങ്ങളൊരു ജീവസമാധി സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം സംഭവിക്കുന്നതാണ്. ജീവസമാധിയെക്കുറിച്ചും തമിഴ്നാട്ടിലെയും കേരളത്തിലും ഉള്ള ജീവസമാധികൾ ഏതൊക്കെയാണെന്നും വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാൻ താല്പര്യമെന്ന് ദയവായി എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ഞാൻ വീഡിയോ തയ്യാറാക്കാം. ഏവർക്കും നമസ്തേ. എൻ്റെ ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും പരമാത്മ ചൈതന്യമായ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.